ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് ക്യാബിറ്റ്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. അതെ, ഇപ്പം പ്രമുഖ ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്, നമ്മുടെ ഫാമിലി ബ്ലോഗ്സ് ആയിട്ടുള്ള പ്രവീൺ ആൻഡ് പ്രണവ് എന്ന് പറയുന്നത്. അവർ ഒരു ഇഷ്യൂവും കാര്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്ന യൂട്യൂബിലും കാര്യമില്ല. അപ്പം അതിനെപ്പറ്റി നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇത് നടന്നിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തുടങ്ങാം. എല്ലായിടത്തുള്ളയും വലുത് കുടുംബം തന്നെയാണ്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ എല്ലാം ഒന്നിക്കേണ്ടത് എന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരും ഒരുമിച്ച് പോകണം. അത് തന്നെയാണ് നമ്മളെ ഇതുവരെയ്ക്കും നമ്മൾ പിരിഞ്ഞു പോകണം ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മള് മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ. ഒരിക്കലും ഞങ്ങളെ മക്കള് ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. പ്രണവ് ഇട്ടത് മെനഞ്ഞാന്ന് തോന്നുന്നു. മെനഞ്ഞാന്ന് വിട്ട വീഡിയോ ആണ് ഇത്. ഈ പറയുന്ന അവര് ഫാമിലി ആയിട്ടിരിക്കുന്നു. പ്രവീണ് പുള്ളിയുടെ വൈഫും പ്രഗ്നൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇവർ പ്രവീണൊക്കെ ഒരു 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരിട്ടൊരു വീഡിയോ ആണ്. പ്രണവ് പുതിയൊരു ചാനലൊക്കെ തുടങ്ങി അവരിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. ഫാമിലി ആയിട്ട് അവർ പറയുന്ന കാര്യം, അവരിങ്ങനായി, അവരിറങ്ങിപ്പോയി, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല, ചെറിയ ചേട്ടനും അനിയനും പിന്നെ വീട്ടിലടി ചെറിയ വഴക്കുമായിട്ടാണ്. അപ്പം അതവർ കൈപിടിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് തീരാവുന്ന കാര്യമുള്ളൂ. അപ്പം അവരും അത്രേ പറയുന്നുള്ളൂ. ഇവർ മെനഞ്ഞാന്നിട്ടൊരു വീഡിയോ ആണ്. അവരെ തിരിച്ചു തരാം, അവർ പോയത് പ്രശ്നമൊന്നുമില്ല, കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നലെ പ്രവീണിട്ടൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. മോഷൻ വീഡിയോ എടുക്കാനാണ്. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 27-നാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എന്റെ വീട്ടിൽ സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരും പിടിച്ചിട്ടടിച്ച് അടിച്ച് തത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോട്ടെ. 9 മാസം കിട്ടിയിട്ട് എന്റെ കൂടെ എല്ലാവരെയും അന്യ സംസ്ഥാനത്തിൽ ജോലി അവിടെ പോയി വെള്ളിക്കില്ലേ എന്നിന്റെ പങ്കി പോയിട്ട് എല്ലാവരെയും എത്തിച്ച്. ഓക്കെ, ഇതാണ് ഇന്നലെ പ്രവീണിട്ടൊരു വീഡിയോ. അതിൻ്റെ ചെറിയൊരു ഘട്ടം മാത്രമേ ഉള്ളൂ, ബാക്കി കുറേ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല, നമ്മളൊരു ചെറിയ വീഡിയോ ആണ് നോക്കുന്നത്. ഓക്കെ, ഇത് കണ്ടല്ലോ, തെളിവ് സഹിതം ഇന്നലെ പ്രവീൺ പറഞ്ഞൊരു വീഡിയോ ആണ്. ഇപ്പം ഇത്രയും നാളും 2 ദിവസം മുന്നേ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് പ്രണവും അവരുടെ ഫാമിലിയും ഇവനാണ് തെറ്റുകാരെന്നും പറഞ്ഞായിരുന്നു. ഇത്രയും നമ്മൾ ഭൂരിഭാഗം പേര് വിശ്വസിച്ച് വീഡിയോ ഒക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്നലെ ഇവൻ അതിൻ്റെ തെളിവ് സഹിതം പ്രവീൺ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് ആ വീട്ടിൽ നടന്നതെന്നും ആരാ തെറ്റുകാരെന്നും എല്ലാ സഹിതം. ഒരു ഗർഭിണി, 9 മാസം ഗർഭിണിയെ പിടിച്ചിട്ട് അടിച്ചേക്കുന്നു. ആ പ്രവീണിനെ അടിച്ച വീഡിയോക്കകത്ത് കാണിക്കുന്നതാണ്. അച്ഛനും അവൻ്റെ അനിയനും ചേർന്നാണ് അടിച്ചേക്കുന്നത്. അത്രയും ക്രൂരമായിട്ട്. അത് ആ ഭാര്യയുടെ മുന്നിൽ വെച്ച് അടിച്ച, മുണ്ട് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിങ്സിലൊക്കെ ഉണ്ട്, വീഡിയോയിലുണ്ട്. അപ്പം അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവരിന്നലെ വന്ന് മെനഞ്ഞാന്ന് അവർ വീഡിയോ ഇട്ട, ഫാമിലി വന്ന് വീഡിയോ ഇട്ട. അവർക്ക് ഉളുപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ചില്ലറ ഉളുപ്പല്ല അവർക്ക്, വളരെയാണ്. ഇത്രയും പ്രശ്നം അവരുണ്ടാക്കിയിട്ട് അവരവരുടെ കാര്യം ന്യായീകരിക്കുന്നത്. പ്രവീൺ മാക്സിമം അവരുടെ ഫാമിലിയെ ഇങ്ങനെ കാണിക്കണ്ടെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷെ മെനഞ്ഞാന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ അവന് ബോധ്യമായി, കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ അവനെ കുറ്റം പറയത്തുള്ളൂ, പ്രവീണിനെ കുറ്റം പറയത്തുള്ളൂ. സ്വാഭാവികമാണ്. ഇതൊക്കെയാണ് ജീവിതത്തിൽ നടക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും
പറയാൻ പറ്റത്തില്ല നമുക്ക്. അതൊരു ഗർഭിണി 9 മാസം ഗർഭിണിയൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും. എന്നിട്ട് എനിക്കതല്ല, ആ വീട്ടുകാരെ ഒന്ന് വീഡിയോ ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ഭാഗത്ത് തെറ്റേ ഇല്ല, ഇത്രയും ചെയ്ത് വിട്ടിട്ട്. അല്ല ഇവൻ പ്രവീൺ ആ വീഡിയോ എടുത്തില്ലായിരുന്നു, ഇവരെങ്ങനെ അറിഞ്ഞു, നാട്ടുകാരെങ്ങനെ അറിഞ്ഞു ആരുടെ ഭാഗത്തെ തെറ്റെന്ന്? ഒരിക്കലും ഇല്ല. ആ 3 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ഭാഗത്ത് നമ്മളിപ്പോൾ ശരിയാന്ന് പറയത്തുള്ളൂ. ഇന്നലെ വരെ നമ്മൾ അതാണ് വിശ്വസിച്ചത്, അവരുടെ ന്യായം എന്ന് വിചാരിച്ചത്. ഇന്നലെ ഈ വീഡിയോ വന്നപ്പോഴാണ് പുറം ലോകം അറിയുന്നത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തെ തെറ്റ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചെറിയ പ്രശ്നമായിരിക്കും, അതിൽ തുടങ്ങി ഇത്രയും വരെ എത്തേണ്ട കാര്യമൊക്കെയാണ്. ഒരു ഫാമിലി ഏറ്റവും വലിയൊരു വേദന തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊരു ശത്രുക്കൾ ഉണ്ടായാലും നമുക്ക് ഇത്രയും വരത്തില്ല. വീട്ടിനകത്തൊരു ഇത്രയും ശത്രുക്കൾ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു വേദന തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊന്നും ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അങ്ങനെ തന്നെ. അതാണ് പറയുന്നത് റിയൽ ലൈഫിൽ അവർ എത്ര ഹാപ്പി ആയിട്ടാണ് വീട്ടുകാരും കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ റിയൽ ലൈഫ് അങ്ങനെ ഒരിക്കലും ആയിരിക്കത്തില്ല. ഇതൊക്കെയാണ് ഓരോ പാഠങ്ങളാണ്. ഞാൻ എന്തായാലും ഇത്ര വീഡിയോ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഇത്ര ചെയ്യുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം.